അപ്പോൾ ഈ സ്റ്റോറി ഒരു കംപ്ലീറ്റ് ഫെയിലിയർ എന്നാണ് കംപ്ലീറ്റ് സക്സസ് ആക്കി മാറ്റിയെടുത്തത്. അടച്ചു പൂട്ടി പോവേണ്ടവനാണ് തിരിച്ച് ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് അവിടെയും പരാജയപ്പെട്ട് വീണ്ടും. അതെ, നമ്മളെല്ലാം ഈ മറിഡ് ഡെമോളിഷൻ കേട്ടിട്ടുണ്ടല്ലോ. അതെ, സത്യം പറഞ്ഞാൽ മറിഡിലത്തെ ഏറ്റവും വലിയ പ്രോജക്റ്റ് എൻ്റെ ആയിരുന്നു. അതൊരു 5 ഏക്കർ പ്രോപ്പർട്ടി ആയിരുന്നു, ഒരു ഹൈ എൻഡ് അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ് ആയ ഒരു മൊമെന്റും കൂടിയാണ്. ദുബായിൽ തന്നെ ലോഞ്ചിൽ തന്നെ ഞങ്ങൾക്കൊരു 75 ഫ്ലാറ്റ് സെയിലായി, വെരി ഹൈ എൻഡ്. പഞ്ചായത്തിന് അപ്രൂവലും കിട്ടി, പണിയും തുടങ്ങി, പൈലിങ്. ഓക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ആരോ വന്ന്, ഞാൻ ബാംഗ്ലൂരുകാരനാണ്, അപ്പം ബാംഗ്ലൂരിൽ CRZ ഇല്ല, കടലില്ല. അപ്പോൾ CRZ ഇല്ല ബാംഗ്ലൂർ, കടലില്ലല്ലോ. ആരോ വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് പുള്ളിയുടെ ഓർമ്മയില്ല പേര്, ഒരു കാലിക്കറ്റ് എന്ന് വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ CRZ അപ്രൂവൽ എടുത്തിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ ചോദിച്ചു CRZ എന്താണ്? അത് കോസ്റ്റൽ റെഗുലേറ്ററി സോണിങ് എടുത്തുണ്ടോന്ന്. അപ്പോൾ എൻ്റെ കൂടുതൽ സുഹൃത്തുമാരൊക്കെ പറഞ്ഞു, അതൊന്നും നാട്ടൊന്നും പ്രാബല്യമില്ല, എന്തോ ഒരു CRZ നമുക്ക് പണിയാണ്. എൻ്റെ തലയിൽ പുഴി കയറി, നാളെ പണി കിട്ടിയേക്കാം. അപ്പം ഞാൻ ഇതുമേ സ്റ്റഡി നടത്തിയപ്പോൾ ഇത് ഭയങ്കര വലിയൊരു സർപ്പാണ് ഈ CRZ, പ്രശ്നമാണ്. അപ്പം ഞാൻ എൻ്റെ ടീമിനോട് വിളിച്ച് പറഞ്ഞു, നമുക്കിത് ക്വാളിഫൈ ചെയ്യാം, ഇത് വേണ്ട, ഈ പരിപാടി വേണ്ട. ഓക്കെ. അങ്ങനെ എല്ലാവരും അപ്സെറ്റ്. എന്താ സാർ ഇങ്ങനെ പറയണേ, ഇത് നല്ല സെയിലായതല്ലേ, ഹൈ വാല്യൂലും സെയിലായതാണ്. ഞാൻ പറഞ്ഞു ഇല്ല, വേണ്ട, ഇത് നമുക്ക് ശരിയാവില്ല. അങ്ങനെ ഞങ്ങൾ കോർട്ടിൽ പോയി, കോർട്ടിൽ നിന്ന് ഫേവറബിൾ ഓർഡർ അന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇത് വേണ്ട. ഓക്കെ, ഞാനൊരു കണിഷമായിട്ട് പറഞ്ഞു നമുക്കിത് വേണ്ട. അങ്ങനെ ഞങ്ങൾ ദുബായിൽ വന്ന് പൈസക്ക് റിഫണ്ട് ചെയ്തു. ഫൈലിംഗ് തുടങ്ങിയ പ്രോജക്റ്റാണ്. അപ്പോൾ അതങ്ങനെ കോൾ ഓഫ് ചെയ്തു. ഇന്നും ആ ലാൻഡ് അവിടെ കിടപ്പുണ്ട്, ഞാനത് വിറ്റിട്ടൂലൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരുടെ പൈസയും തിരിച്ച് കൊടുത്ത് കോൾ ഓഫ് ചെയ്തു. ഏറ്റവും സക്സസ്ഫുൾ ആയ പ്രോജക്റ്റായിരുന്നു. അപ്പോൾ 10 കൊല്ലം നിങ്ങൾ മുന്നോട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യൂ. ഇന്ന് എൻ്റെ ബിൽഡിംഗ് അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ബിൽഡിംഗ് ആ ഡെമോളിഷനിൽ ഉണ്ടായിരിക്കുമല്ലോ. സത്യം. അപ്പോൾ എൻ്റെ ബ്രാൻഡ് എന്തായിരിക്കും? അപ്പോൾ ആൾക്കാർ പറയുന്നതാണ്, കോൺഫിഡൻ്റ് ആണ്, ഇതാണ്. ഉണ്ടാക്കിയ പേര് മൊത്തം അതിലൊന്നിൽ പോയാൽ. അപ്പോൾ ഒരു 6th സെൻസ് വെച്ചിട്ട് ഞാൻ കോൾ ഓഫ് ചെയ്തതാണ്.